പെട്ടെന്ന് സുപ്രഭാതത്തിൽ നിങ്ങൾ മുതലാളി പറയാണ് എനിക്ക് ഈ ലീഡ്സ് പോരാ എസ് യു ചെയ്തിട്ട് എനിക്ക് ഇതിൻ്റെ ഡബിൾ കിട്ടണം പറയുകയാണ്. ഇപ്പോൾ കറൻ്റ്ലി ലെറ്റ്സ് എ ഹൈപ്പോത്തറ്റിക്കലി നിങ്ങളൊരു B2B സാസ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് എസ് യു ചെയ്യുന്നത്. ഇവർക്ക് ആവശ്യമുള്ളത് സൈനപ്പ് അല്ലെങ്കിൽ ഡെമോ സൈനപ്പ് ഇൻക്രീസ് ചെയ്യുക. ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ 10,000 വിസിറ്റേഴ്സ് ഉണ്ട്. ആവറേജ് ബൗൺസ് റേറ്റ് പറയുന്ന ഒരു 60%, അല്ലെങ്കിൽ വേണ്ട, ആവറേജ് കൺവേർഷൻ എന്ന് പറയുന്നത് 1% ഉള്ളൂ. 1% പറയുമ്പോൾ മന്ത്ലി നിങ്ങൾക്ക് 100 ഡെമോ സൈനപ്പ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇത് ഡബിൾ ചെയ്യണം. ഡബിൾ ചെയ്യാൻ പറ്റിയ രണ്ട് രീതി. ഒന്നാമത്തെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക് ഡബിൾ ചെയ്യുക. ഇപ്പോൾ 10,000 ട്രാഫിക് ഉള്ളത് 20,000 ആക്കുക. ഇപ്പോൾ 10,000 20,000 പറഞ്ഞാൽ അധികം വ്യത്യാസമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഞാൻ പറയുകയാണ്, ഇപ്പോൾ 1 lakh നിന്ന് 2 lakh ആക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ട്രാഫിക് ഡബിൾ ചെയ്തിട്ട് പെട്ടെന്ന് ഒരു മാസം കൊണ്ട് ചെയ്യുക പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഡെഡ് ലൈൻ 1 month ആണ് പറഞ്ഞത്. അപ്പോൾ അടുത്തെന്ത് ചെയ്യാം? ഇവിടെയാണ് CRO വരുന്നത്, CRO ഒപ്റ്റിമൈസേഷൻ. ഇവിടെ കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും. ഓക്കെ, CRO ഒപ്റ്റിമൈസേഷൻ എന്ന മണ്ടത്തരമാണ്. ഓക്കെ, കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷൻ ഇതെന്താ പറഞ്ഞത്? നിങ്ങൾ മൈന്യൂട്ടായിട്ട് ട്വീക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ എക്സിഡൻ്റ് ആൻഡ് പോപ്പപ്പ് ഇല്ല. എക്സിഡൻ്റ് ആൻഡ് പോപ്പപ്പ് എന്താണെന്ന് അറിയാത്തവർ വേഗം പോവുക, നീൽ പട്ടേലിൻ്റെ ബ്ലോഗ് എടുക്കുക, ബാക്ക് അമർത്തുക, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഇതെന്താ ചെയ്യുക പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ബ്ലോഗ് ബാക്ക് അമർത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു പോപ്പപ്പ് വരും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് വെച്ചാൽ നിങ്ങളുടെ എന്ത് CT ഫ്രീ ബി ലീഡ് മാഗ്നറ്റ് എന്ത് വെച്ചാൽ കൊടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള കോൾ ടു ആക്ഷൻസ്, റാൻഡം ആയിട്ടുള്ള സ്ക്രോൾ പോപ്പപ്പ്, ഇതൊക്കെ ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നിങ്ങളുടെ ഡെമോ സൈനപ്പോ ഇല്ലെങ്കിൽ ഇമെയിൽ സൈനപ്പോ കൂട്ടാം. സോ ഇഫ് യു ആർ ഇൻ ദിസ് സിറ്റുവേഷൻ, ഡു ദിസ് ആൻഡ് സീ ദ ചേഞ്ച്.